ലോക്സഭാ ഇലക്ഷൻ അഞ്ചാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒഡീഷയിലേക്കാണ്. ബി.ജെ.പി ഒരു സംസ്ഥാനം കൂടി കൈപ്പിടിയിലാക്കുമോ എന്ന് തന്നെയാണ് ഉയരുന്ന പ്രധാന ചോദ്യവും. കാരണം ഒഡീഷ നിയമസഭയിലെ 147 സീറ്റുകളിൽ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. കാരണം ഒഡീഷ നിയമസഭയിലെ 147 സീറ്റുകളിൽ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഒഡീഷയിലെ ഭരണകക്ഷിയായ ബിജു ജനതാദൾ 2019 തിരഞ്ഞെടുപ്പിൽ 112 നിയമസഭാ സീറ്റും 12 ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കിയിരുന്നു. കാലാകാലങ്ങളായി ഒഡീഷയിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തിപ്പോകുന്നത് നവീൻ പട്നായിക്കിന്റെ BJD തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയായത് മോദിയും നവീൻ പട്നായിക്കും തമ്മിലുള്ള ഉരസലുകളായിരുന്നു. ഇത്തവണ കളി മാറുകയാണ്. 23 വർഷമായി നവീൻ പട്നായിക്കിന് ഒരു പകരക്കാരൻ എന്ന ചിന്ത ഒഡീഷയുടെ മണ്ണിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ പുതിയൊരു മുഖ്യമന്ത്രി ഇനി ഒഡീഷയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ പറയുന്നത്. ബിജു പട്നായിക്കിന്റെ മകൻ എന്ന ലേബലും രാഷ്ട്രീയ പിൻബലവും എന്നും ഒഡീഷയുടെ മണ്ണിൽ അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും സംസ്ഥാനത്തെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോയാൽ മതി എന്ന നിലയ്ക്കാണ് ഇത്രനാളും നവീൻ പട്നായിക് മുന്നോട്ട് പോയത്. എന്നാൽ BJDയുടെ ഭരണത്തിന് തിരശീല വീഴാൻ ഒരുങ്ങുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭരണതലപ്പത്ത് നിന്ന് BJD ഇറങ്ങേണ്ടി വരും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയെ തുടരുന്ന നേതാക്കളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് നവീൻ പട്നായിക്. ഇത്തവണയും തന്റെ പാർട്ടിയായ ബിജു ജനതാദൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഓഗസ്റ്റ് മാസ അവസാനത്തോടെ മുൻ സിക്കിം മുഖ്യമന്ത്രി പവൻ കുമാർ ചാലിംഗിനെ പിന്തള്ളി അദ്ദേഹം പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തും. എന്നാൽ തുടർച്ചയായി 5 തവണ തിരഞ്ഞെടുപ്പിൽ അനായാസം വിജയിച്ച നവീൻ തന്റെ നീണ്ട വിജയകരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്തവണ നേരിടുന്നത്. BJDയിൽ ചേരുന്നതിനായി സർവീസിൽ നിന്ന് രാജിവെച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ VK പാണ്ഡ്യനാണ് ഇപ്പോൾ ഒഡീഷ തിരഞ്ഞെടുപ്പ് ഭൂപടത്തിൽ ആധിപത്യം പുലർത്തുന്നത്. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ രാഷ്ട്രീയ പിൻഗാമി എന്ന് ചിലർ കണക്കാക്കുന്ന പാണ്ഡ്യൻ പാർട്ടിയുടെ മുഖ്യ പ്രചാരകനും തന്ത്രജ്ഞനുമായി നിർണായക പങ്ക് വഹിക്കുന്നുമുണ്ട്. ഭാവിയിൽ മുഖ്യമന്ത്രി കസേരയിലും പാണ്ഡ്യനെ കണ്ടേക്കാം. മാത്രമല്ല, നിരവധി നേതാക്കൾ BJDയിൽ നിന്നും പടിയിറങ്ങുന്നതും വലിയ രീതിയിൽ തന്നെ BJDയെ ബാധിക്കുന്നുണ്ട്. ഒഡീഷയുടെ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ വർഷങ്ങളായി BJP നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഭരണം BJPയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത്. ഒഡീഷ ഇരട്ട മാറ്റത്തിനൊരുങ്ങുകയാണെന്ന് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. BJDയിൽ നിന്നും ഭരണം BJPയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇനി ഒഡീഷ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നടത്തിയ റാലിക്കിടെ BJDക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത്. സംസ്ഥാന സർക്കാർ ഭൂമാഫിയുടെയും അഴിമതിക്കാരുടെയും ഒപ്പമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒഡീഷയിൽ നിന്ന് BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ജനങ്ങൾ പുതിയ ചരിത്രം സൃഷ്ടിക്കും. ഒഡീഷയിൽ BJP സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും. BJD സംസ്ഥാനത്ത് ഭൂമാഫിയെയും മണൽ മാഫിയയെയും മാത്രമാണ് വളർത്തിയത്. BJP അധികാരത്തിലെത്തിയാൽ മാഫിയയുടെ നട്ടെല്ല് തല്ലിത്തകർക്കും. 25 വർഷത്തിന് ശേഷം ഒഡീഷ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആവേശം കാണുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നു. ജൂൺ 10 ഒഡീഷയിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന ഉറപ്പും മോദി നൽകുന്നുണ്ട്. ജനങ്ങളുടെ പിന്തുണ കൊണ്ട് 3ാം തവണയും മോദി സർക്കാർ അധികാരത്തിലെത്തും. രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നത്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BJD സർക്കാരിന് താല്പര്യമുണ്ടായിട്ടേയില്ല. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് BJD തടസ്സമാവുകയാണ്. സംസ്ഥാനത്തിന്റെ ഈ അവസ്ഥ വളരെയധികം ദൗർഭാഗ്യകരമാണ്. സംസ്ഥാനത്ത് സർക്കാർ വളരെ മോശം അവസ്ഥയിലേക്കാണ് ഒഡീഷയെ എത്തിച്ചത്. BJDയുടെ അഴിമതി കാരണം സംസ്ഥാനത്തെ യുവാക്കൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. സംസ്ഥാനത്തെ നശിപ്പിച്ചവർക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണിത്. ജനങ്ങൾ അവർക്ക് മറുപടി നൽകുക തന്നെ ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്.